പ്രകാശമേ മിഴി തുറക്കുക വേഗം. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ബൈബിളിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ സക്കേവൂസ് എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. അവനെ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചിറക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയെ തിരിച്ചു കൊടുക്കുന്നു. ഒരു അനുതാപത്തിന്റെ, ഒരു തിരിച്ചുവരവിന്റെ, ഒരു റിപ്പൻറ്റൻസിന്റെ വഴികൾ ഈ കർത്താവിന്റെ സാന്നിധ്യം സക്കേവൂസിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഈ സക്കേവൂസിന്റെ അനുതാപം കാണുന്ന കർത്താവ് പറയാണ്, നിനക്ക് നിന്റെ കുടുംബത്തിനും നിന്റെ ദേശത്തിനും ഒക്കെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈശോ നൽകുന്നുണ്ട്. അവന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുതാപം നൽകും. കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചു നടപ്പിന് നമ്മളെ സഹായിക്കും. ജീവിതത്തിലുടനീളം ദൈവ സാന്നിധ്യ അവബോധത്തിലായിരിക്കുവാൻ സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറി കർത്താവിനെ അടുത്ത് കാണാൻ ആഗ്രഹിച്ച സക്കേവൂസിനെ പോലെ എപ്പോഴും കർത്താവിനെ അരികിൽ കാണുവാൻ തക്ക വിധത്തിൽ അവന്റെ അടുക്കിലേക്ക് അണയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ സക്കേവൂസിനെ പോലെ നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബവും അനുഗ്രഹം നിറഞ്ഞതായി മാറും. നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും അനുഗ്രഹമാക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും അനുഭവിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക